2 ദിവസങ്ങളിലായി തങ്കമണിയിൽ നടന്നുവന്ന CPM ഇടുക്കി ഏരിയ സമ്മേളനം സമാപിച്ചു. CPM കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. CPM 24ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായിട്ടാണ് ഇടുക്കി ഏരിയ സമ്മേളനം നടന്നത്. 12 ലോക്കൽ കമ്മിറ്റികളിൽ നിന്നായി നിരവധി പ്രവർത്തകർ പങ്കെടുത്ത പ്രകടനവും നടന്നു. സമാപന സമ്മേളനം KK ശൈലജ ഉദ്ഘാടനം ചെയ്തു. പിന്നീട് വന്നിട്ടുള്ള ഇപ്പോഴത്തെ വർഗീസ് സഖാവടക്കം എന്തിനു വേണ്ടി നിലകൊള്ളുന്നു എന്ന് നോക്ക്. ഈ നാട്ടിലെ മനുഷ്യരുടെ അവകാശങ്ങൾക്ക് വേണ്ടി. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കർഷക സമരത്തിലൂടെ, തൊഴിലാളി സമരത്തിലൂടെ പല ഭാഗത്തും വളർന്നു വരാൻ തുടങ്ങി. അത് കണ്ടിട്ട് കാലിളകിയിട്ടാണ് 59-ൽ LDF ഗവൺമെന്റിനെ നെഹ്റു ഗവൺമെന്റ് പിരിച്ചുവിട്ടത്. പിരിച്ചുവിട്ടിട്ട് എന്തായി? സുഭിക്ഷായി കോൺഗ്രസ് ചേർക്കല്ലേ? നല്ല തമാശയാണ്. പിരിച്ചുവിട്ടിട്ടല്ലേ 1961-ൽ ഇവിടെ വലിയ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ഇടുക്കി ജില്ലയിലെ മലയോര മേഖലയിൽ നിന്ന് ഈ പാവപ്പെട്ട കൃഷിക്കാരെ അവിടെ വാഴയും ചേമ്പും ഒക്കെ കുത്തിപ്പിടിപ്പിച്ചൊരു കുടിലും കെട്ടി അതൊക്കെ പറിച്ചു നിന്ന് വിശപ്പടക്കി ജീവിക്കുന്ന മലയോര മേഖലയിലെ കർഷകരെ അടിച്ചിറക്കിയത് കുടിയൊഴിപ്പിക്കൽ ഓർമ്മയുണ്ടോ നിങ്ങൾക്കെല്ലാം? അവരെയെല്ലാം കുടിയൊഴിപ്പിച്ച് അമരാവതി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് എങ്ങനെയാണ് കൊണ്ടുവന്നെന്ന് സുശീലച്ച് പറയാറുണ്ട്. സുശീല ഗോപാലൻ ശൈലജ ഉള്ള വാഹനത്തിലെല്ലാം കുത്തി തിരികെ ചിലപ്പോൾ അമ്മമ്മ എവിടെയായിരിക്കും, കുഞ്ഞിനീൻ്റെ അത് കുടിച്ചിട്ടുണ്ടാവും. അമ്മമ്മയും കൂടി കയറട്ടെ എന്ന് പറയാൻ പറ്റൂല. ചിന്ന വൈദ്യുതി കുടുംബങ്ങളെല്ലാം. CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ് അധ്യക്ഷനായിരുന്നു. ഇടുക്കി ഏരിയ സെക്രട്ടറി PB സബീഷ്, NV ബേബി, റോമിയോ സെബാസ്റ്റ്യൻ, MJ മാത്യു, ലിസി ജോസ്, KU ബിനു, സിബി പേണ്ടാനത്ത്, KJ ഷൈൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് നാടൻപാട്ട് ഗാനമേളയും അരങ്ങേറി.